നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം ഏതോ ഒരു കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ മുമ്പും ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവിടെ നിങ്ങൾ എടുത്തിരുന്ന ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഇനിയും അത്തരമൊരു തെറ്റ് വീണ്ടും ആവർത്തിക്കരുത് എന്ന് ചിന്തിച്ച് ആ ഒരു കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ട് വളരെയധികം സംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത്. അതുപോലെ മറ്റ് വ്യക്തികൾ മൂലം ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുള്ള ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ബിസിനസ്സിൽ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യത്തിലോ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾ ആരെയെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ കൊടുത്ത ആ ഒരു പണം തിരികെ മടക്കി തരാനായിട്ട് അവർ തയ്യാറാവുന്നില്ലായിരിക്കാം. അങ്ങനെ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു ശത്രുതയിലായിരിക്കാമുള്ളത്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ മറ്റ് വ്യക്തികൾ മൂലം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നഷ്ടമൊക്കെ പലർക്കും ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വന്ന് ചേർന്ന അത്തരം നഷ്ടങ്ങൾ നികത്താനായിട്ട് ചില പദ്ധതികൾക്ക് നിങ്ങളിൽ പലരും ഇപ്പോൾ തുടക്കം കുറിക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പദ്ധതിക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് മാനസികമായിട്ടൊരു പിന്തുണ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചം പല വഴികളിൽ കൂടിയും നിങ്ങൾക്ക് ഒരു സഹായം എത്തിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്ന ആ ഒരു സാമ്പത്തിക നഷ്ടത്തെ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന ചില സംഭവങ്ങൾ ഇപ്പോഴും ഉണങ്ങാത്ത ഒരു മുറിവ് പോലെ നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ തന്നെ കാരണക്കാരായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അത്, അല്ലെങ്കിൽ മറ്റുള്ളവർ മുഖേന നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളതായിരിക്കാം. എന്നാൽ അത് നിങ്ങൾക്ക് വളരെ വലിയൊരു മാനസികാഘാതമാണ് നൽകിയത് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ കഠിനമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ പ്രയത്നം കൊണ്ടും അതിൽ നിന്നും കുറച്ചൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടും മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകൾ ഒരു വേദന പോലെ ഇപ്പോഴും നിങ്ങളിൽ അവശേഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് കാണുന്നത്, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അവയെ കാണാനും അനുഭവിക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കാനും മറ്റുള്ളവരോട് നിങ്ങൾക്കുള്ള ആ ഒരു ദേഷ്യവും വൈരാഗ്യവുമൊക്കെ വർദ്ധിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നോർക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അത്തരം ഓർമ്മകളെ നിങ്ങൾ പൂർണ്ണമായിട്ടും മറന്ന് മുന്നോട്ട് പോവണം എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ ഒരു പ്രകാശമുണ്ട്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു പുതു വെളിച്ചം നിങ്ങൾക്ക് മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വന്ന് ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ നിറഞ്ഞ അത്തരം ഓർമ്മകളെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ട് കളയേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ കഴിഞ്ഞുപോയ അത്തരം കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മുടെ ചിന്തകളെയും സാഹചര്യങ്ങളെയും ഒക്കെ മാറ്റിയെടുക്കണമെങ്കിൽ അവിടെ നമ്മൾ തന്നെ മനസ്സ് വയ്ക്കേണ്ടതായിട്ടുണ്ട്. നമുക്കതിനുള്ള ഒരു മനസ്സില്ലെങ്കിൽ പിന്നെ ആരെല്ലാം അവിടെ പരിശ്രമിച്ചാലും
ഒരു ഫലവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങളെ സന്തോഷത്തോടെ വയ്ക്കാനും നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറെടുക്കുമ്പോൾ അവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്വപ്നങ്ങൾ, പ്രതീക്ഷകളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് ചില തിരിച്ചറിവുകൾ വന്ന് ചേരുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ അറിയരുത് എന്ന് കരുതി മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു കാര്യം നീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ വന്ന് ചേരുന്നുണ്ട്. അതിലൂടെ പ്രപഞ്ചത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം, ഈശ്വരനിലുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ചില ചിന്താഗതികൾ, അത്തരത്തിൽ ഏതെങ്കിലും തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണ്. അതിനാൽ തന്നെ നന്നായിട്ട് പരിശ്രമിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒരു വിജയം വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ പൂവണിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട്. കൂടാതെ വളരെയധികം ആത്മവിശ്വാസത്തോടെ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് സമീപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.